ഗൾഫിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സിസ്റ്റം തന്നെ ഇവിടെ അങ്ങോട്ട് വരുന്നു. ലുലുവിനകത്ത്. ലുലുവിനകത്തൊക്കെ വരുന്നു. അപ്പം പിന്നെ എൻ്റെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഇനി തുടങ്ങുന്ന സ്റ്റോറുകൾ ഈ ഫുഡ് റീറ്റെയിലും കൂടെ കണക്ട് ചെയ്ത് തുടങ്ങണം എന്നുള്ള ഇത് വന്നു. പിന്നെ ഞങ്ങളുടെ വന്ന സ്റ്റോറുകൾ ഇപ്പോൾ ആദ്യം തുടങ്ങുന്ന ആലപ്പുഴയിലാണ്. അതിലപ്പോൾ എന്ത് വെച്ചാൽ ഒരു നിലയിൽ ആലപ്പുഴയിൽ ഫുഡ് റീറ്റെയിൽ മാത്രമേ ഉണ്ടായിരുന്നു, ഇലക്ട്രോണിക്സ് ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ള സ്റ്റോറുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഈ ബിഗ് ഹൈപ്പർ മാർട്ട് പോലെയല്ല, അതിൻ്റെ ഒരു റിപ്ലിക്ക, അതിൻ്റെ ഒരു മിനിയേച്ചർ, ചെറിയൊരു 30,000 സ്ക്വയർ ഫീറ്റിലൊക്കെ നിൽക്കുന്ന രീതിയിൽ ഫുഡ് റീറ്റെയിലും ഇലക്ട്രോണിക്സും, മോളിൽ ഇലക്ട്രോണിക്സും ആ രീതിയിൽ ഇതിന് വെരി ഫസ്റ്റ് സ്റ്റോറുകൾ ഇപ്പോൾ ഞങ്ങളുടെ തൃശ്ശൂരാണ് അങ്ങനത്തെ ഒരു സ്റ്റോർ ആദ്യം വരുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര റെസ്പോൺസായിരുന്നു നമുക്ക്. കാരണം അപ്പം എന്ന് പറഞ്ഞാൽ എന്നും നമുക്കൊരു 1500-2000 കസ്റ്റമർ ബില്ലിങ് താഴെ ഉണ്ടാവും. അവരപ്പോൾ വരുമ്പോൾ നമുക്ക് കൺവേർട്ട് ചെയ്യാം, ഇമ്പൾസ് ബൈയിങ് ഈ പ്രൊഡക്റ്റുകൾ കാണുമ്പോൾ. അപ്പോൾ നമ്മളൊരു റിലേഷൻ കൊണ്ടുവരികയാണല്ലോ എന്നും കയറി ഇറങ്ങുന്ന ഒരു സ്റ്റോറ്. അപ്പോൾ നമുക്ക് എന്തിനും അവിടെ ചെല്ലാം. ഇതൊക്കെ ഭയങ്കര ഒരു ഫാക്ടറാണ് ഈ റീറ്റെയിലിൽ എപ്പോഴും നമ്മളങ്ങനെ ലൈവായിട്ട് നമ്മുടെ സ്റ്റോറിനെ എപ്പോഴും പല അർത്ഥത്തിലും ലൈവാക്കി നിർത്താൻ പറ്റണം. ഓണായിരിക്കണം നമ്മൾ ഓർക്കും. ഇന്നത്തെ കാലഘട്ടം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്കൊരിക്കലും നമ്മളങ്ങനെ ഓണാക്കി അവരെ കണക്ട് ചെയ്ത് നിർത്തിയില്ലെങ്കിൽ കാരണം നമ്മളെപ്പോലെ തന്നെ ചിന്തിക്കുന്ന നമ്പർ ഓഫ് കോമ്പറ്റീറ്റേഴ്സ്, അവരും പല ഓഫേഴ്സ് കൊടുക്കും. അല്ലാണ്ട് ഒരിക്കലും കസ്റ്റമർ ഓവർ ലോയലായിട്ടൊന്നും നിൽക്കില്ല. ഓഫർ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് അതിൻ്റെ പുറകെ. അപ്പോൾ നമ്മളെപ്പോഴും അവർ കണക്ട് ചെയ്ത് നിർത്തണമെങ്കിൽ അവരുമായിട്ട് എപ്പോഴും ഒരു ഇൻട്രാക്ഷൻ എല്ലാ അർത്ഥത്തിലും വേണം. ഇപ്പം സർവീസ് കൊടുത്തിട്ടാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ഓഫർ വന്നിട്ടാണെങ്കിലും, അല്ലെങ്കിൽ വെറുതെ നമ്മുടെ സ്റ്റോറിൽ കയറാൻ എപ്പോഴും അത്